അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട്, അതായത് വുമൻസ് ഡേ ആയിട്ട് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. അതായത് ഞാൻ ഇപ്പോൾ ഉള്ളത് ചെങ്ങന്നൂർ അടുത്തുള്ള വെൺമണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ലേഡി ഓട്ടോ ഡ്രൈവർ മീര വിനോദ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം മലയാളിയല്ല കേട്ടോ, കർണാടകത്തിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഇവിടെ കുറേ വർഷമായിട്ട്, ഒരു 10-25 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് മലയാളമൊക്കെ നല്ല അടിപൊളിയായിട്ട് പറയും. അതുമാത്രമല്ല നല്ലൊരു വണ്ടിപ്രാന്തിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഓട്ടോ ഓടിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന മീര വിനോദിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മീര ചേച്ചിയായിട്ട് ആദ്യം മുതലേ ഇവിടെ വന്നപ്പോൾ തൊട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ആദ്യം പറയാം കേട്ടോ. അതായത് കാക്കിയിട്ട് ഓടിക്കുക എന്ന് പറയുന്നൊരു ധൈര്യമാണെന്നാണ് എന്നോട് പറഞ്ഞത്, അല്ലേ? അതെ. കാരണം രാത്രിയിലൊക്കെ ആണെങ്കിലും എവിടെ ഓട്ടം വിളിച്ചാലും പോകുന്ന ഒരാളൂടെയാണ്. എങ്ങനെയാണ് ഈ ശരിക്കും ഒരു ഓട്ടോ മീൻസ് ഓടിക്കാം, അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, എങ്ങനെ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം? എനിക്ക് വണ്ടിയോടുള്ള ഇഷ്ടം. എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടം. പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഇഷ്ടം. എല്ലാവരും ഓടിക്കുന്ന കണ്ട് അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ നമുക്ക് ഓടിക്കണം, നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ വിചാരിച്ച് നമ്മളെടുത്തതാണ്. എവിടെയാണ് ലോങ് ചെയ്തിട്ടുള്ള ഓട്ടം? പുനലൂരൊക്കെ പോയിട്ടുണ്ട്. കൊട്ടാരക്കര, പുനലൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും രാത്രി ആറ് ഓട്ടം വിളിച്ചാലും പോവും. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ പോവും. ഒരു കുഴപ്പമില്ല, തിരിച്ച് തന്നെ വരും. തന്നെ വരുമല്ലേ? അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല. അങ്ങനെ പേടിയൊന്നുമില്ല. ഓക്കെ. അപ്പം ശരിക്കും ഓട്ടോ ഇപ്പം ഇത് 5 സീറ്റർ ആണല്ലോ, മെയിനായിട്ടും കുട്ടികളുടെ ആ ഒരു പർപ്പസ് നോക്കി എടുത്തായിരിക്കും, അല്ലേ? അതെ അതെ അതെ. പിള്ളേരെ എടുക്കാന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഇതാണ്. അതുകൊണ്ടാണ് പിള്ളേരെ തന്നെ സെലക്ട് ചെയ്ത് ഈ വണ്ടി സെലക്ട് ചെയ്ത് എടുത്തേക്കുന്നത്. സ്റ്റാൻഡിൽ കിടന്നാലും നമുക്ക് അത്ര വലിയ ഇതാകത്തില്ല. ഇതാകുമ്പോൾ വീട്ടിലെ കാര്യം നടക്കും, ഇങ്ങനെ പിള്ളേരെ എടുക്കുക, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നമ്മുടെ ഈ വെൺമണിയിലെ സ്റ്റാൻഡിൽ തന്നെ കിടന്നിട്ടാണ് ഓടുന്നത്, അല്ലേ? അതെ അതെ ആണ്. ഓക്കെ. ഇവിടെ ഓട്ടോച്ചേട്ടന്മാരെയൊക്കെ കണ്ടിരുന്നു, എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ്. കാരണം ഒരേ ഒരു പെൺതരിയാണല്ലോ അവർ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരാളൂടെയാണ്. പിന്നെ സെക്രട്ടറി, അല്ലേ? സെക്രട്ടറിയുടെയാണ്. ടെമ്പോ വർക്കേഴ്സിൻ്റെ താലൂക്കിലെ ഏറെ പ്രസിഡന്റുമാണ്. ആലപ്പുഴ ജില്ലയിലും കമ്മിറ്റി ഒരു അംഗം കൂടിയാണ്. കൊള്ളാം. ഇപ്പം ആദ്യം വന്നപ്പോൾ ഇപ്പം കുറേ വർഷമായിട്ട് ഇപ്പം കർണാടകയിൽ എവിടെയായിരുന്നു? ഹുബ്ബളി എന്ന് പറഞ്ഞിടത്ത് കാളംകൊപ്പ എന്ന് പറയുന്ന സ്ഥലമാണ്, മണ്ണുകോട്. ഓക്കെ. അവിടുന്ന് ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? അന്നേരം നമുക്ക് ഒന്നും അറിയത്തില്ല. അത് ഒത്തിരി കുഞ്ഞു പ്രായം കൂടെയാണ്. കൊച്ചു പ്രായത്തിൽ വന്നു. പിന്നെ കുറേ ആയപ്പോൾ പഠിച്ചു, നാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഇവിടെ സെറ്റിലായി. പിന്നെ പല ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഓട്ടോ ഡ്രൈവിംഗ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ വീട്ടു ജോലിക്കൊക്കെ പോവായിരുന്നു. പിന്നെ അവിടുത്തെ കഷ്ടപ്പാട് എപ്പോഴും നമ്മളൊരു പിള്ളേരെ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഓട്ടോ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കും, നമ്മുടെ ആവശ്യം നടക്കും എന്ന് വിചാരിച്ചാൽ ഓട്ടോ എടുത്ത്. ഓക്കെ. സ്വന്തമായിട്ടൊരു തൊഴിൽ. അതെ. എപ്പോൾ വേണേ എവിടെ വേണേ പോകാം. എനിക്ക് വണ്ടി ഓടിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഓടിക്കുന്ന കാണുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴൊക്കെ പിന്നെ നമ്മളെ കൊണ്ട് പറ്റാതിരിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചാണ് വണ്ടി നമ്മൾ ശ്രമിച്ചത്. പലരും നമ്മൾ ലൈസൻസ് കിട്ടത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ കാര്യം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ഡോക്ടറുടെ അടുത്ത് നമ്മൾ ചെന്നപ്പോൾ പോലീസ് അപ്പം പറഞ്ഞു ലൈസൻസ് കിട്ടും, നമ്മൾ പ്രായം തെളിയിക്കുന്ന ഒരു പേപ്പർ കൊണ്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലൈസൻസ് എടുത്ത് സ്കൂട്ടറിൻ്റെ. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കാറിൽ പഠിച്ചു, കാറിൻ്റെ ലൈസൻസ് ഉണ്ട്. ടാക്സി ഓടിക്കാനുള്ള ആ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഓടിച്ചിട്ട് അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? അതെ, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. ഓക്കെ. മീര ചേച്ചിക്ക് ഹസ്ബൻഡ് പിന്നെ 2 കുട്ടികളാണുള്ളത്. അതെ. പിള്ളേരൊക്കെ? മോന് +2, മോള് +1. +1 ആണ്. ഓക്കെ. വെൺമണി തന്നെയാണ് വീട് കേട്ടോ. ഞാൻ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ചേച്ചി പിന്നെ കുറച്ച് കാര്യം കൂടെ ഒന്ന് ചോദിക്കാം. കാരണം ആപ്പ് ഓടിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് മേഖലയിൽ ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ. ഇപ്പം ഈ ഡ്രൈവിംഗ് എന്നല്ല, എല്ലാ മേഖലയിലും സ്ത്രീകൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. അപ്പം ഈ ഓട്ടോ ഓടിച്ചിട്ടുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതേപോലെ തന്നെ പഠിച്ചു തുടങ്ങിയ സമയത്ത് എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? ഇല്ല, ആദ്യം നമ്മൾ എടുക്കാൻ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് സ്കൂളിൽ ഇപ്പോൾ കുഴപ്പമില്ല, ലൈസൻസ് ഒക്കെ കിട്ടി. പിന്നെ കൈ തെളിയിക്കാനായിട്ട് നമ്മൾ സ്റ്റാൻഡിൽ ഒരു ചേട്ടൻ, ജോസ് ചേട്ടനെന്ന് പറഞ്ഞ പുള്ളിയുടെ വണ്ടി വലിയൊരു വണ്ടിയാണ്, ഒരു ആപ്പയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ വരാടി, ഓക്കെ ഞാൻ റെഡിയാ എന്ന് പറഞ്ഞു. പിന്നെ ആ ചേട്ടൻ്റെ വണ്ടിയിലാണ് പഠിച്ചത്. ആദ്യം വളവും തിരികെ, പിന്നെ ഈ റോഡിലൊക്കെ വണ്ടികളൊക്കെ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര പേടി, വെപ്രാളം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ആ ചേട്ടന് ഇടിക്കടിക്ക് നല്ല ഒരു ഇതൊക്കെ തരും. എന്ത് വടി നീ ഇതായിട്ട് നിൽക്കുന്നത്, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞു.
പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ചേട്ടൻ നല്ല രീതിയിൽ തന്നെ എന്നെ വണ്ടി പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്തോ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആപ്പയുടെ 5 സീറ്റ് വണ്ടിയുണ്ട്. അതാകുമ്പോൾ നമുക്ക് പിള്ളേരെ എടുത്ത് ഇങ്ങനെ പോകാം, അത്യാവശ്യ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ വണ്ടി തന്നെ സെലക്ട് ചെയ്ത്. അപ്പം ഒരു കാര്യം, അതായത് നമ്മളുടെ ഇപ്പം ഒരുപാട് വീട്ടമ്മമാർ ജോലി ഇല്ലാത്തവരുണ്ട്, മറ്റു പല കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഇപ്പം ഓട്ടോ ഓടിക്കൽ എളുപ്പമാണോ, അല്ലെ അവർക്കും പറ്റുന്ന കാര്യമാണോ, എന്താ ഫീൽ ചെയ്യുന്നത്? ഒരു അങ്ങനെ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സ്ത്രീകളായാലും നമ്മൾ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറ്റത്തില്ല. അല്ല, നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും. ഇത് എളുപ്പമുള്ള ഒരു ജോലിയാണ്. പിന്നെ പ്രയാസമോ അല്ല പേടിയുള്ളവർക്ക് അത് ഒക്കത്തുമില്ല. എന്നാൽ ഇത് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് പോകാം. അതെ, അത്യാവശ്യം നല്ല സാമ്പത്തികം ഉണ്ട്. അതെ, അത്യാവശ്യം നമ്മൾ എങ്ങനെ നോക്കിയാലും 400 500 രൂപ എങ്ങനെ നോക്കിയാലും നമുക്ക് കിട്ടും, മിനിമം കിട്ടും. അതുകൊണ്ട് നമ്മൾ പോക്കറ്റ് ഒരിക്കലും കാലിയാകത്തില്ല. അതുകൊണ്ട് നല്ലൊരു ഇതാണ് തൊഴില. അപ്പോൾ പോക്കറ്റ് എന്നാലും കാലിയാകത്തുമില്ല. പിന്നെ നിങ്ങൾ അത്യാവശ്യം ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഈ ഓട്ടോയിൽ തന്നെയാണ് ഇവർ എല്ലാ കാര്യങ്ങളും, കാറില്ല, പകരം എല്ലാ സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുന്നത്. ആലപ്പുഴ ബീച്ചും കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. കറങ്ങാൻ പോകുന്നതും അല്ലെങ്കിൽ ഫാമിലി എല്ലാ പർപ്പസിനും യൂസ് ചെയ്യുന്നതാണ്. ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യോ? ഇല്ല, ഹസ്ബൻഡിന് പേടിയാണ്. ഹസ്ബൻഡ് പേടിയാണ്. പാവം ചേട്ടൻ, ഞാൻ പരിചയപ്പെട്ടായിരുന്നു, വളരെ പാവം ഒരു ചേട്ടനാണ്. സ്കൂട്ടർ തന്നെ ഞാൻ തന്നെ ചേട്ടന് വഴക്കുണ്ടാക്കി പഠിപ്പിച്ചതാ. ചേട്ടൻ ഭയങ്കര പേടിയുള്ള കൂട്ടത്തില്ല വണ്ടി. പക്ഷെ എന്നാലും ഞാൻ വളരെ ബാക്ക് സപ്പോർട്ട് പറ്റും എല്ലാം അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നമ്മുടെ ഒപ്പം ഉണ്ട്. എന്നാൽ നിന്നെ കൊണ്ട് പറ്റത്തില്ല, വേണ്ട എന്നൊരു വാക്കില്ല. നിന്റെ ഇഷ്ടം എന്താണോ നീ അത് ചെയ്തോളാൻ പറയും. അങ്ങനെ എപ്പോഴും കൂടുതലുണ്ട്. പിള്ളേരായാലും കുഞ്ഞുങ്ങളായാലും അവർ എപ്പോഴും അമ്മയുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുക. ഞങ്ങൾ എപ്പോഴും അമ്മയുടെ ഒപ്പം ഉണ്ട്. അതെ, ഇങ്ങനെ ഒരു സപ്പോർട്ടുള്ള ഒരു ഫാമിലിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. കാരണം ഫാമിലി സപ്പോർട്ട് അല്ലേ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ഇത്രയും നേരം ഷെയർ ചെയ്തത്. ഇപ്പം നമ്മുടെ വീടുകളിലും ഇരിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലേക്കാണെങ്കിലും വളരെ ശക്തമായിട്ട് തന്നെ കടന്നു വരിക. ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം നമ്മുടെ സ്റ്റോറിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, വാഹനങ്ങൾ ഓടിക്കുന്ന അല്ലെ ഓട്ടോ ഓടിക്കുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പല സ്ഥലത്തുനിന്ന് അയച്ചു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു 5 സീറ്റർ ആയതുകൊണ്ടാവാം ചേച്ചിയുടെ പേരാണ് നമുക്ക് സജഷൻ കിട്ടിയത്. ഒരുപാട് സന്തോഷം. സോ നമ്മൾ വന്ന് വീഡിയോ എടുത്തു. വുമൻസ് ഡേ ആയിട്ട് ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് നല്ല ശക്തമായിട്ടുള്ളൊരു ലേഡി ക്യാരക്ടറിനെ പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാതൃകയാണ് ചേച്ചി. അപ്പോൾ എല്ലാവർക്കും പ്രചോദനമായിട്ടുള്ള നമ്മുടെ മീര ചേച്ചിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് വുമൻസ് ഡേ ആയിട്ട്. ഇതാ, എല്ലാവർക്കും മോട്ടിവേഷൻ നൽകുന്ന ഒരു ക്യാരക്ടറായിട്ട് ഒരു സ്പെഷ്യൽ സമ്മാനമാണ് കേട്ടോ. സന്തോഷമായില്ലേ? അപ്പോൾ എല്ലാവർക്കും വുമൻസ് ഡേ ആയിട്ട് ഒരു നല്ല വിഷു കൊടുത്തേക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ.